നിങ്ങൾ എപ്പോഴെങ്കിലും മീൻ ചന്തയിൽ പോയി ചോദിക്കോ, അല്ല ഇന്ന് സ്വർണത്തിന് എന്താ വില? അല്ലെങ്കിൽ നിങ്ങൾ പച്ചക്കറി കടയിൽ പോയി ചോദിക്കോ, മത്തി ഫ്രഷ് അല്ലേ? അടുക്കുണ്ടായി ചില ആൾക്കാർ ചോദിക്കുന്നത്, ഡോക്ടറെ ചില അലോപ്പത്തിക് ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞ് ഹോമിയോപ്പതി മരുന്നിന് ഒരു ഫലമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ വെറുതെ അതൊന്നും എടുക്കാൻ നിൽക്കണ്ട. അലോപ്പത്തിക് ഡോക്ടേഴ്സ് ഹോമിയോപ്പത്തിക് മരുന്നിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഹോമിയോപ്പത്തിന്റെ കുറിച്ചുള്ള അഭിപ്രായമാണ് നിങ്ങളോട് പ്രസന്റ് ചെയ്ത് പറയുന്നത്. അതേപോലെ ഒരു ഹോമിയോപാത്ത് അലോപ്പത്തിന്റെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അറിയുന്ന അവരുടെ അഭിപ്രായമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, പൊതുവെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ എക്സാക്ട്ലി നിങ്ങൾക്ക് ഒരു മരുന്നിന്റെ കുറിച്ച് അറിയണമെങ്കിൽ വാട്ട് യു ആർ സപ്പോസ് ടു ഡു ഇസ് നിങ്ങൾക്ക് എടുക്കേണ്ട ഒപ്പീനിയൻ ആ പാത്തിയിലുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഹോമിയോപ്പതി മരുന്നിന്റെ കുറിച്ച് അറിയണമെങ്കിൽ ഹോമിയോപാത്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും ഹോമിയോപ്പതി മരുന്നിന്റെ കുറിച്ച്. പ്ലസ് ഓൾസോ ഒരു ഡിസ്ക്ലെയിമർ, ഒരു സൈഡ് നോട്ട്, ഹോമിയോപ്പത്തിക് മരുന്ന് നിങ്ങൾ വേറൊരു ഡോക്ടറിന്റെ അടുത്ത് നിന്നാണ് മരുന്ന് എടുക്കുന്നെങ്കിൽ നിങ്ങളുടെ മരുന്ന് എത്ര സമയത്തിന് നിങ്ങൾ ക്യൂർ ചെയ്യും കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക്സ്, ഇപ്പൊ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന മരുന്ന് ആ മരുന്നിന്റെ കൂടെ എന്തെങ്കിലും പഥ്യമുണ്ടോ, അല്ലെങ്കിൽ ആ മരുന്ന് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് ചോദിക്കാം. നിങ്ങൾ വേറൊരു ഡോക്ടർ നിങ്ങൾക്ക് തന്നിട്ടുള്ള മരുന്ന് അത് എത്ര സമയത്തിൽ ഫലിക്കും എന്നത് നമ്മളായിട്ടുള്ള ഡോക്ടേഴ്സിന് അറിയില്ലോ, കാരണം അത് കെമിക്കൽ ആയിട്ടുള്ള മരുന്നുകളല്ല ഹോമിയോപ്പതിയിലുള്ളത്. ഓക്കെ, ഹോമിയോപ്പതിയിൽ നമ്മൾ വൈറ്റാലിറ്റി വെച്ചിട്ട് ഡൈനാമിക്സ് വെച്ചിട്ടാണ് കളിക്കുന്നത്. നിങ്ങളുടെ എനർജി ലെവൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എനർജറ്റിക് ആയിട്ട് തരുന്ന മെഡിസിൻസ് ആണ്. ഏജ് ഗ്യാപ്പ്, ജെൻഡർ ഗ്യാപ്പ്, നിങ്ങളുടേതായിട്ടുള്ള സെൻസിറ്റിവിറ്റീസ് കാര്യങ്ങൾ, നിങ്ങളുടെ ഇഷ്ടം അനിഷ്ടങ്ങൾ, നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങളുടെ ഉള്ളിൽ അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിക്കുന്ന സമയം എന്തോ അത് നമ്മളൊരു എസ്റ്റിമേറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. You got only two choices. Either you trust your homeopath and take medicines from them and let him do what he or she is doing. Because as I say usually, choosing the right doctor is half the cure. അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡൈനാമിക്കലി റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടർ വേണം നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഹീലിംഗ് തരാൻ വേണ്ടി. ആ ഡോക്ടറിനെ തന്നെ നിങ്ങളെ ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സുഖമാകണമെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഡോക്ടർ ആയിരിക്കണം എന്ന കാര്യം മാത്രമേ ഉള്ളൂ ഹോമിയോപ്പതിയിൽ.